walking in spirit എന്ന് പറഞ്ഞ റലത്തെ, आत्मा में चलने का उस मंडल को നിന്നെ തടയുന്ന ഒരു ശത്രുവുണ്ട്. आपको रोक देने वाला एक शत्रु है. നീ ഇവിടുന്ന് ചാടിക്കോ മറിഞ്ഞ പ്രശ്നമില്ല. आप यहाँ पे उछलो कूदो कोई दिक्कत नहीं है. പക്ഷെ ഇതിനപ്പുറത്ത് നീ ആത്മാവിൽ ചലിക്കാൻ അനുവദിക്കാത്ത ഒരു ശത്രുവുണ്ട്. बल्कि इसके आगे आपको आत्मा में जाने ना देने वाला एक शैतान है. അത് മന്ത്രവാദിയല്ല, वो एक जादू टोने वाला नहीं है, ആഭിചാരകനല്ല, वो टोना करने वाला नहीं है. അത് നിന്റെ ജഡമാണ്. वो आपका शारीरिक दशा है. ആ ജഡം നിന്നെ ആത്മാവിൽ ചലിക്കാൻ അനുവദിക്കത്തില്ല. वो शरीर आपको कभी भी आत्मा में चलने नहीं देता. നിന്നിൽ ആത്മതലങ്ങൾ ആക്ടിവേറ്റഡ് ആകാതെ നിന്നിൽ ആക്ടിവേറ്റ് ആയിരിക്കുന്ന നിന്റെ ജഡത്തെ ഡീആക്ടിവേറ്റ് ചെയ്ത്, ഹല്ലേലൂയ, പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോണം. നിന്നെ ആത്മാവിൽ പുറത്തെടുക്കാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കതിനെ आपको रोक देने वाले शारीरिक दशा को पहले बंद करके फिर आत्मा में आप आगे बढ़े. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചു. कुछ समय आप अन्य भाषा में बात करिए. ആത്മനിയോഗത്തിന് വിരോധമായി നിന്റെ അകത്ത് ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന ജഡത്തെ ഡീആക്ടിവേറ്റ് ചെയ്ത്, ഓ, അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ കരങ്ങളെ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ച്, आत्मा के अगुवाई के अंदर चलने से आपको रोक देने वाले आपके शारीरिक दशा जो है उसको आप बंद करके आत्मा में आगे बढ़ने के लिए तैयार हो जाए. ഹല്ലേലൂയ. हालेलुया. ആ ജഡമാ ജോമം പാസ്റ്റർ പ്രശ്നം, ജഡമാണ് പ്രശ്നം. शरीर हमारा शत्रु है. ശത്രു അവനാണ്. शत्रु शरीर है. അഭിഷേകത്തെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, अगर अभिषेक को शुरू करना हो, നിന്റെ പഴയ മനുഷ്യനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. आपके पुराने मनुष्यत्व को समाप्त कर देना है. കോംപ്രമൈസ് ഇല്ല. उसके लिए कोई दिक्कत नहीं है. അത് ഈ കോൺഫറൻസിൽ ചിലർ മേൽ സംഭവിക്കും. ये कॉन्फ्रेंस में कुछ लोगों के ऊपर ये होगा. ചതിമോഹത്താൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ആക്ടിവേറ്റ് ചെയ്യണം. നീ धोखे के अंदर परेशान हुए पुराने मनुष्यत्व को आपको उतार देना है और नए मनुष्यत्व को पहन कर आगे बढ़ना है. എത്രത്തോളം നീ ആത്മാവിൽ നിറയുമോ, जितना आप आत्मा में भर जाओगे അത്രത്തോളം നിനക്ക് ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റും. उतना ही आप अपने शरीर को नियंत्रित कर सकते हो. ആഴ്ചയിൽ ഒരിക്കലും സൂം മീറ്റിംഗിന്റെ അവസാനം കൈയടിച്ചാൽ നിന്റെ ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. हफ्ते में एक बार जूम मीटिंग के अंदर बैठकर ताली बजाने से आप आत्मा से भर नहीं सकते हो. ഞായറാഴ്ച രാവിലത്തെ ആരാധന യോഗത്തിൽ മാത്രം അവൻ പാട്ടുപാടിയ നിന്റെ ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തി ആവർത്തിച്ച് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ അവൻ 4-ൽ നിറഞ്ഞു, 6-ൽ നിറഞ്ഞു, 7-ൽ നിറഞ്ഞു. Come on. ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നു, ആരും നിറയാത്ത ഈ സീസണിൽ നിന്നെ നിറച്ച് കരങ്ങളെ അടിച്ച് ദൂതനെ സ്വീകരിച്ച്, ഇതൊരു അഭിഷേകമാണല്ലോ.